കണ്ണൂരിൽ ഒരു വയസ്സുകാരന് അനസ്തേഷ്യ നൽകിയതിൽ വീഴ്ചയെന്ന പരാതി. മുഖത്തെ മുറിവിന് സ്റ്റിച്ചിടാൻ അനസ്തേഷ്യ നൽകിയ കുട്ടി ഗുരുതരാവസ്ഥയിൽ. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെയാണ് പരാതി. പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയാവസ്ഥയാണ്. 3 ദിവസം വെന്റിലേറ്റർ, ഇപ്പം 4ാമത്തെ ദിവസമാണ്. കുട്ടിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് MRI ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ MRI 11 മണിക്ക് ചെയ്ത് ഉടനെ പറഞ്ഞു തലയിലെ പ്രവർത്തനം കംപ്ലീറ്റ് നിലച്ചിട്ടില്ലത്. അനസ്തേഷ്യ കൊടുത്തതിൻ്റെ അളവ് കൂടി. അതുതന്നെയാണ് പ്രശ്നം, വേറെ ഒരു പിഴവുമല്ല. അത് മെയിനായിട്ട് അത് കൊടുത്തപാടന്നെ കുഞ്ഞി പോയിനി, വേറെ ഒരു ഇതുമല്ല. ആ ഡോക്ടറെ പിഴവ് മാത്രമാണ് നമുക്ക് പറയേണ്ടത്. ഇങ്ങനെയൊന്നും ഇനി ഒരു കുട്ടിക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചിരികയാണ്. മിഥുൻ, എന്താണ് സംഭവിച്ചത്? കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ്? KP, ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീട്ടിൽ വെച്ച് കളിക്കുന്നതിനിടെ കുട്ടിക്ക് വീണ് പരിക്കേൽക്കുന്നത്. ചുണ്ടത്ത് ചെറിയൊരു മുറിവുമായിട്ടാണ് കുട്ടി അവിടെ പ്രാദേശികമായി ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പക്ഷേ തുടർന്ന് കുട്ടിയുടെ ചുണ്ടത്ത് സ്റ്റിച്ചിടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടിയെ പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കുടുംബം പ്രവേശിപ്പിച്ചത്. തുടർന്ന് അവിടുന്ന് ഈ സ്റ്റിച്ചിടാൻ സമ്മതിക്കാതെ വന്നതോടുകൂടി അനസ്തേഷ്യ കൊടുക്കണമെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞു എന്നാണ് കുടുംബം പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനസ്തേഷ്യ നൽകിയ ഉടൻ കുട്ടി കുഴഞ്ഞ് വീഴുകയായിരുന്നു, അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെടുകയായിരുന്നു കുട്ടിയുടെ. തുടർന്ന് കുട്ടിയെ ഉടൻ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും തുടർന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് കുട്ടി വെന്റിലേറ്ററിലാണ്, കുട്ടിയുടെ ആരോഗ്യനില അല്പം വഷളാണെന്ന് അറിയിച്ചു എന്ന് കുടുംബം പറയുന്നു. ഇപ്പോൾ കുട്ടി ഉള്ളത് കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ്. അവിടെ വെന്റിലേറ്ററിലാണ് കുട്ടി ചികിത്സയിൽ കഴിയുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചികിത്സാ പിഴവ് ആരോപിച്ചാണ് ബന്ധുക്കൾ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. അതേസമയം അനസ്തേഷ്യ നൽകിയപ്പോൾ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുന്നുവെന്നും ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ആശുപത്രിയുടെ ഭാഗത്തുണ്ടായ പിഴവാണ് കുട്ടിയുടെ ആരോഗ്യത്തിൽ ഇത്തരത്തിൽ ആകാൻ കാരണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധ പരിപാടി നടത്തിയത്. മാർച്ച് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. BJP കോഴിക്കോട് മേഖലാ സെക്രട്ടറി പനക്കീൽ ബാലകൃഷ്ണൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJPയുടെ പയ്യന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി നന്ദകുമാർ അന്നൂർ, BJPയുടെ പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ധനേഷ്, അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗം KC രാജൻ തുടങ്ങിയവർ ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏതായാലും കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. KP. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.